എൻ്റെ മക്കളെ, ഞങ്ങൾ കൂടലൂരിന്നേ എല്ലമല റൂട്ടിനോട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോന്നപ്പോൾ കണ്ട സ്ഥലങ്ങളാണിത് കേട്ടോ. റോഡിൻ്റെ രണ്ട് വശവും നല്ല മരങ്ങൾ സൂപ്പറായിട്ട് നമ്മൾ വലിയ വലിയ മരങ്ങളാണ്. അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ കുറേ തേയിലയുണ്ട്. പിന്നെ താഴെ ഭാഗത്ത് നല്ല ഏലമുള്ള കാപ്പിക്കുരുള്ളൊക്കെ സ്ഥലങ്ങളാണ് കേട്ടോ. എന്താ സ്ഥലത്തിന് സൂപ്പർ സ്ഥലം. ഇപ്പോൾ ഒരു കുറഞ്ഞൊരു തണുപ്പൊക്കെ ഉള്ള ടൈമിനാണ് കേട്ടോ ഞങ്ങൾ പോരുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്നതുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. ഞങ്ങൾ എല്ലമലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ കാണുന്ന സ്ഥലം കേട്ടോ അത്. അങ്ങനെ ഇങ്ങനെ പോരണം. ഇവർ പറയേണ്ടതിലൊക്കെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഞങ്ങൾ മൃഗങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. അത് ഞങ്ങൾ കേട്ടോ ഒരു അണ്ണനോട് ഞങ്ങൾ ചോദിച്ചിങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഓല് പറഞ്ഞു പകലായി കഴിഞ്ഞാൽ ഒക്കെ കാട്ടിൽ പോകും, രാത്രിയിലാണ് കണ്ട. എന്താണ് ഇത് ആ വെള്ളച്ചാട്ടം നോക്കുകയാണ് ഞങ്ങൾ. ആ രീതി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരണം. ഇതൊക്കെ എല്ലമലയ്ക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ എല്ലമലയിൽ എത്തിട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണിത്. കണ്ട ഞങ്ങൾ ഒഴുകി ഇങ്ങനെ വരുന്ന ദൂരത്തുനിന്ന് ആ റോഡൊക്കെ കണ്ട ഞങ്ങൾ. അതിപ്പോൾ ഇങ്ങനെ എല്ലമലയ്ക്ക് എത്തിയിട്ടില്ല. അതിപ്പോൾ ഞങ്ങൾ എടുക്കണത് എങ്ങനെയാണ് ചന്ദനമല അറിയുന്ന അതിൻ്റെ മുകളിൽ കയറിയിട്ടാട്ടോ. ആ നീലക്കുറിഞ്ഞൊക്കെ പൂത്തിനി അവിടെ. അപ്പം നീലക്കുറിഞ്ഞൊന്നും ഇല്ല കേട്ടോ, ഒക്കെ ഉണങ്ങിപ്പോയിക്കണം. നീലക്കുറിഞ്ഞിക്ക് വേണ്ടി കണ്ടൊന്നും ഇപ്പം ഞാൻ ആരും വരുന്നത്. അപ്പോൾ അവിടെ ഒരു അമ്പലം കണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കുറേ ഇങ്ങനെ പോന്നപ്പോഴേ കുറേ ഇങ്ങനെ റോഡ് സൈഡ് ഇങ്ങനെ നല്ല പച്ചപ്പും പ്രകൃതി. ഞാനും ഉണ്ട്, ഇതൊരു കൂട്ടുകാരനും ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും പാടെ ഇങ്ങനെ പൂരാണ്. ഞങ്ങൾ വിചാരിച്ച വല്ല മൃഗങ്ങളെയൊക്കെ കാണും, ആനേ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ ഞങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നും കാണാനും കഴിഞ്ഞില്ല. വെറുതെ നമ്മൾ പെരയിലൊന്നും കുത്തിരിക്കണ്ടാവാം. ഒരു ദിവസം മക്കളെയൊക്കെ കൂട്ടിക്കാണ്ട് ഇതിലാണ് പോയി. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, വലിയ വണ്ടിക്ക് ഇതിൽ പോരാൻ നോക്കരുത്. ബസ്സൊന്നും അത് പോന്നു കഴിഞ്ഞാൽ ഇതിൽ സൈഡ് കൊടുക്കാൻ സ്ഥലമല്ല. ഇതിപ്പോഴത്തെ പുലിമട അല്ലേ ഒന്നുണ്ട്, എന്താ മണ്ണെടുത്താൽ ഉണ്ട്. വലിയ വണ്ടിക്കൊന്നും പോന്നാൽ ഇതിൽ സൈഡ് കൊടുക്കാൻ സ്ഥലമുണ്ട്. അടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം താവും. അപ്പോൾ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ ബൈക്കും കാറൊക്കെ എടുത്തിട്ട് പോകുന്നത് കേട്ടോ. എല്ലാവരും വന്നുകൊണ്ട് ഒന്ന് കണ്ടുപോയിക്കോളി സ്ഥലം കേട്ടോ.